സ്പെയിനിലെ സെയിന്റ് ജെയിംസ് കത്തീഡ്രലിലേക്കുള്ള പദയാത്രയുടെ ഒന്നാം ദിവസത്തെ വിശേഷങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ആയിരത്തിലേറെ വർഷങ്ങളായി തീർത്ഥാടകർക്ക് ആത്മീയവും സാംസ്കാരികവുമായി പ്രചോദനം നൽകുന്ന ഒരു യാത്രയാണ് കമീനോ ദെ സാന്റിയാഗോ. ലോകമെമ്പാടുമുള്ള ആളുകളെ ഇത് ആകർഷിക്കുന്നു. ഫ്രാൻസിൽ നിന്നും ആരംഭിക്കുന്ന പ്രധാന പാതയെ കൂടാതെ കമീനോ പോർച്ചുഗീസ്, കമീനോ ദെൽ നോർത്തെ, കമീനോ ഇഗ്ലേസിയ തുടങ്ങിയ മറ്റ് പാതകളിലൂടെയും പോർച്ചുഗലിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും സ്പെയിനിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വർഷം മുഴുവനും ദിവസേന സാന്റിയാഗോ കത്തീഡ്രലിൽ വന്നു ചേരുന്നു. വ്യത്യസ്ത അനുഭവങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഈ യാത്ര. തീർത്ഥാടകർ മനോഹരമായ ഗ്രാമങ്ങളിലൂടെയും ചരിത്രപരമായ നഗരങ്ങളിലൂടെയും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കടന്നു പോകുന്നു. പരമ്പരാഗത വഴിയമ്പലങ്ങളിൽ താമസിച്ച് സഹയാത്രികരുമായി സൗഹൃദം പങ്കുവയ്ക്കുന്നു. മതപരമായ പ്രാധാന്യത്തിനപ്പുറം കമീനോ പലർക്കും ഒരു പരിവർത്തനാത്മക വ്യക്തിഗത യാത്ര കൂടിയാണ്. ശാരീരികവും ആത്മീയവുമായ നേട്ടങ്ങൾ നിരവധിയാണ്. ആത്മപരിശോധനയും മനസമാധാനവും വളർത്തുന്നു. ആത്മീയ വിശ്വാസത്തെ ഉറപ്പിക്കുകയും വിനയത്തിൻ്റെയും കൃതജ്ഞതയുടെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ആധുനിക ഗാഡ്ജറ്റുകളുടെ നിരന്തരമായ ശ്രദ്ധ തിരിക്കലിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നു. ലളിതമായ സന്തോഷങ്ങളുമായി വീണ്ടും പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. സമർപ്പണവും സ്ഥിരോത്സാഹവും സാഹസികതയും ഈ യാത്ര പ്രദാനം ചെയ്യുന്നു. 1987 ഈ തീർത്ഥാടനം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചേർക്കപ്പെട്ടു. പൊതുവാഹന സൗകര്യം ഉപയോഗിച്ചും കാൽനടയായും യൂറോപ്പിലെ പല നഗരങ്ങളും സന്ദർശിച്ചിട്ടുള്ള ഞങ്ങൾക്ക് സാന്റിയാഗോ ദെ കമ്പോസ്റ്റല പള്ളിയിലേക്കുള്ള പദയാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ ഉത്സാഹമുണ്ടായി. സ്പെയിനിൽ തദ്ദേശീയർക്കും സഞ്ചാരികൾക്കും അനുഭവപ്പെടുന്ന സുരക്ഷയും ഈ യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകമായിരുന്നു. റോമൻ അക്വഡക്റ്റ് സ്ഥിതി ചെയ്യുന്ന സെഗോവിയ നഗരം, കൃഷിയിടങ്ങൾ നിറഞ്ഞ മെദീന ദെൽ കാംപോ, ബൈസാന്റിയൻ റോമൻ ശില്പ സമുന്നയത്തിന് പ്രശസ്തിയാർന്ന സമോറ നഗരം, വശ്യസുന്ദരമായ മിനോ നദിയും മലനിരകളും നിറഞ്ഞ ഔറൻസ് എന്നീ പട്ടണങ്ങൾ വഴി 7 മണിക്ക് മാഡ്രിഡിൽ നിന്നുള്ള ഞങ്ങളുടെ ട്രെയിൻ പദയാത്രാ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ സരിയയിൽ എത്തി. അന്ന് രാത്രി സരിയയിൽ വില്ല ദെ സരിയ എന്ന ഹോട്ടലിലായിരുന്നു താമസം. ജൂൺ 25 രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് 8 മണിക്ക് ഞങ്ങൾ പദയാത്ര ആരംഭിച്ചു. യാത്രികർ ബുയൻ കമീനോ, നന്മ നിറഞ്ഞ യാത്ര എന്ന സ്പാനിഷ് ഭാഷയിൽ അന്യോന്യം അഭിവാദനം ചെയ്തിരുന്നു. തീർത്ഥാടകർ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർ, പദയാത്രകൾ അഭിനിവേശമാക്കിയവർ എന്നിങ്ങനെ വിവിധോദ്ദേശകർ ആയിരുന്നു യാത്രികർ. ഞങ്ങൾ ഈ 3 വിഭാഗത്തിലും പെട്ടിരുന്നു. അമിതമായ ആത്മീയ പ്രകടനങ്ങളും നാടകീയതയും ആഭാസ പ്രകടനങ്ങളും ഇല്ലാതിരുന്നത് യാത്രയെ സമാധാനവും സന്തോഷവും നിറഞ്ഞതാക്കി. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികർ അന്യോന്യം പരിചയപ്പെട്ടും ആശീർവാദം ചെയ്തും സാന്റിയാഗോ കത്തീഡ്രലിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. സരിയയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരെയുള്ള പോർട്ടോ മറിൻ പട്ടണമായിരുന്നു ആദ്യ ദിനത്തിലെ ലക്ഷ്യസ്ഥാനം. ഓക്ക്, ചെസ്റ്റ്നട്ട് മരങ്ങൾ ധാരാളമുള്ള ഗ്രാമപാതയിലൂടെ ഉന്മേഷഭരിതമായിരുന്നു ആദ്യ ദിവസത്തെ നടത്തം. മധ്യകാല പാലങ്ങൾ, സമൃദ്ധമായ ഗ്രാമപ്രദേശങ്ങൾ, വനപാതകൾ, കൃഷിയിടങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ് ഈ ഭൂപ്രദേശം. ഇപ്പോൾ ഉപയോഗശൂന്യമായതും പരമ്പരാഗതവുമായ ധാന്യപ്പുരകൾ മിക്ക ഭവനങ്ങളിലും കണ്ടു. വഴിമധ്യേ ബാർബഡേലോ ടൗണിൽ ഒരു പള്ളിയും സന്ദർശിച്ചു. ആ പെന എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. യാത്രികരെ ഉദ്ദേശിച്ച് ഭക്ഷണശാലകൾ പാതയോരങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. പട്ടണങ്ങളിലെല്ലാം തീർത്ഥാടകർക്കായി മുനിസിപ്പൽ ഹോസ്റ്റലുകളും പ്രൈവറ്റ് ഹോസ്റ്റലുകളും ഹോട്ടലുകളും ധാരാളമുണ്ട്. ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റിയ ക്യാമ്പ് സൈറ്റുകളും ലഭ്യമാണ്. വൈകുന്നേരങ്ങളിൽ യാത്രികർ ഒത്തുചേർന്ന് അത്താഴം ആഘോഷമാക്കിയിരുന്നു.
വൈകിട്ട് 6 മണിയോടുകൂടി ഞങ്ങൾ പോർത്തോമാറിൽ എത്തിച്ചേർന്നു. ബെലേസർ തടാകത്തിൻ്റെ തീരത്ത് ഒരു മലഞ്ചെരിവിൽ സുന്ദരമായ പട്ടണമാണ് പോർത്തോമറിൻ. കാസ പെരേജ് എന്ന ഹോട്ടലിലായിരുന്നു അന്നത്തെ രാത്രി താമസം. കുന്നിൻ ചരിവിലുള്ള അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും മിനോ നദിയുടെ ഗാംഭീര്യം ആസ്വദിക്കാനായി. വളരെ രുചികരമായിരുന്നു അവിടുത്തെ ഭക്ഷണവും. അടുത്ത അധ്യായത്തിൽ 2-ാം ദിവസത്തെ വിശേഷങ്ങൾ.